ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് 7 പേർക്ക് കഴിക്കാൻ പറ്റുന്നൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. വലിയൊരു പാത്രത്തിൽ വെള്ളം വെച്ചു, തിളച്ച് വന്നപ്പോൾ സ്പൈസസ് ഒക്കെ ഇട്ടു. കറുകപ്പട്ട, കുരുമുളക്, ഏലക്ക, ഗ്രാമ്പു ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 കിലോ ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി വെള്ളം എല്ലാം വാലാൻ വെച്ചിട്ട് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം ഇളക്കി യോജിപ്പിക്കാം. ഇത് നല്ലതുപോലെ തിളച്ച് വരട്ടെ. അത് നമുക്ക് ആ സമയം കൊണ്ട് സൈഡ് ഡിഷ് ഉണ്ടാക്കാം. സൈഡ് ഡിഷിനായിട്ട് ഞാനിവിടെ 2.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 5 വലിയ സവോളയും 3 തക്കാളിയും 2 പച്ചമുളകും ഒരു വലിയ 3-4 വെളുത്തുള്ളി അല്ലിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തു. ഈ സമയം കൊണ്ട് നമ്മുടെ അരി നല്ലതുപോലെ തിളച്ച് വന്നു. അതിലേക്ക് നമുക്കൊരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അരി ഒന്നിനൊന്നും ഒട്ടാതെ നമുക്ക് സെപ്പറേറ്റായിട്ട് നല്ലതുപോലെ കിടക്കും. ഇനി ആവശ്യത്തിന് ഉപ്പൂടി ഇട്ടിട്ട് ഇളക്കി യോജിപ്പിക്കാം. അരി പകുതി വേവായിട്ട് വേണം ഇങ്ങനെ ഉപ്പിട്ട് കൊടുക്കാൻ. ഇനി നല്ലതുപോലെ ഇളക്കി നോക്കാം. വെള്ളത്തിന് ഉപ്പ് ലേശം മുന്നോട്ട് നിൽക്കണം, എങ്കിൽ മാത്രമാണ് റൈസിന് പാകത്തിന് ഉപ്പാകുള്ളൂ. ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇതൊരു 80% ഈ അരി വെന്താൽ മതി. 20% നമ്മൾ ഫ്രൈഡ് റൈസ് ആക്കുമ്പോൾ വേവും. ഇപ്പോൾ ഏകദേശം അരി വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ആ സ്പൈസസ് എല്ലാം അങ്ങ് മാറ്റുകയാണ്, കാരണം ചോറിനകത്തത് കടിക്കുന്നതൊരു സുഖമില്ല. പിന്നീട് നമ്മൾ അരി ഊറ്റിയെടുത്തു. ഇത് ഞാൻ 2.5 കിലോ ചിക്കനും മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് കുക്കറിൽ ഒരു വിസിലടിച്ചെടുത്തതാണ്. ഇനി അതിൽ നിന്ന് ബോൺലെസ് ആയിട്ടുള്ള ഒരു വലിയ 3-4 പീസ് നമുക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് റൈസിനകത്ത് മിക്സ് ചെയ്ത് ഇടാനൊക്കെ കൊണ്ടുള്ളതാണ്. വറുത്തെടുക്കാനുള്ള സവോളയും നല്ലപോലെ ഉപ്പ് തിരുമിയെടുക്കാം. ഇത് നമുക്ക് റൈസിലിടണം. കുറച്ച് ചിക്കൻ റോസ്റ്റിനകത്ത് ചേർക്കണം. അന്നേരം നല്ലൊരു കളറും തിക്നെസ്സും കിട്ടും. ചിക്കൻ റോസ്റ്റിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ചിക്കൻ റോസ്റ്റിന് വേണ്ടിയിട്ട് വേറൊരു പാത്രം വെച്ചു. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഏത് ഓയിൽ വേണേലും എടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. ഇനി കടുകിട്ടു, പെരിഞ്ജീരകം ഇട്ടു. നമുക്ക് സവോള ഇതിലേക്കിട്ട് സവോള വഴലാനുള്ള ഉപ്പും ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. ഇനി എല്ലാവർക്കും ഒരു സംശയം തോന്നും, കുക്കറിനകത്ത് ചിക്കൻ വേവിച്ചാൽ അത് വെന്തു പോവില്ലേന്ന്. ഇത് ഒരു ഒറ്റ വിസിൽ നിർത്തുക. എന്നിട്ട് വിസിൽ പോയി കഴിയുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇത് പാകത്തിന് വെന്തിരിക്കത്തേ ഉള്ളൂ. ഇത് കറിക്കകത്ത് നമ്മൾ അധികം ഇട്ട് വേവിക്കുന്നില്ല, ഗ്രേവി പറ്റിച്ചെടുക്കലാണ്. അതുകൊണ്ട് അത്യാവശ്യം ഗ്രേവി ആ ചിക്കന് പിടിക്കാൻ മാത്രം വെയിറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റിൽ നമുക്ക് ചിക്കൻ റോസ്റ്റ് കിട്ടും. നമ്മൾ സവോള വറുത്ത് കോരിയത് 2 ആക്കാം. അതിൽ 1/4 ഭാഗം നമുക്ക് റൈസിനകത്തിടാം. ബാക്കി 3/4 ഭാഗം നമുക്ക് ചിക്കൻ റോസ്റ്റിനകത്ത് അരച്ച് ചേർക്കാം. ഇനി നമ്മൾ ബോൺലെസ് ആയിട്ട് എടുത്തിരിക്കുന്ന ചിക്കൻ എണ്ണയിൽ ഒരു ഷാലോ ഫ്രൈ ചെയ്യുക. ഒത്തിരി അങ്ങ് ഫ്രൈ ആയി പോകണ്ട, അത്യാവശ്യം വെന്ത ചിക്കൻ ആയതുകൊണ്ട്. എന്നിട്ട് അത് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ സവോളയെല്ലാം വഴന്നു വന്നു. സവോള ലൈറ്റ് ഗോൾഡൻ കളറിലേക്കായപ്പോൾ ഇനി തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. തക്കാളി നല്ലതുപോലെ പേസ്റ്റായിട്ട് അരച്ചാണ് ചേർക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, നമ്മുടെ പച്ചമുളക് കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറും വരെ ഒന്ന് വഴറ്റി കൊടുക്കാം, ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണം മാറിയാൽ നമുക്ക് തക്കാളിയുടെ പേസ്റ്റാണ് ഇട്ട് കൊടുക്കേണ്ടത്. തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ വഴറ്റി ഇതിൻ്റെ വെള്ളം ഇറങ്ങി ഈ സവോള ഒന്നുകൂടെ ഒന്ന് വഴന്നു വരണം. അതിനായിട്ട് ഒരടപ്പ് വെച്ച് അടച്ച് നമുക്ക് വേവിക്കാം. ഇപ്പോൾ ഏകദേശം അതിൻ്റെ വെള്ളം എല്ലാം ഇറങ്ങി സവോള നല്ല രീതിയിൽ വഴന്ന് വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിയുടെ പേസ്റ്റും എല്ലാം അതിനകത്ത് വെള്ളം പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്, എരി തീരെ കുറവാണ്. പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ഒരു 1.5 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടാണ് നമ്മുടെ ചിക്കൻ വേവിച്ചിരിക്കുന്നത്. പിന്നെ ഒരു പിടി മല്ലിയില ഇട്ടു. ഇനി ഏറ്റവും ആവശ്യമായിട്ടുള്ളത് നമുക്കൊരു 1.5 ടീസ്പൂണാണ് ഇപ്പം നമ്മുടെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുരുമുളക് പൊടിയാണ് നമ്മുടെ ഈ ഒരു ചിക്കൻ റോസ്റ്റിന് നല്ലൊരു കളറ്, ഒരു ഡാർക്ക് ബ്രൗൺ കളർ നൽകുന്നത്. ഇനി നമുക്ക് ഈ മസാല വേവാൻ വേണ്ടിയിട്ട് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കേണ്ട. നമ്മൾ കുക്കറിൽ ചിക്കൻ വേവിച്ചതിൻ്റെ വെള്ളം തന്നെ ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം. അതൊന്ന് തിളച്ച് വരട്ടെ. നല്ലതുപോലെ തിളച്ച് ആ ഗ്രേവി ഒന്ന് പറ്റുകയല്ല, ഒന്ന് തിളച്ച് വരുമ്പോൾ, അധികം പറ്റണ്ട, ഈ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഈ സമയം നമ്മൾ ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കണം.
നമ്മൾ ചിക്കനകത്ത് ഉപ്പിട്ടാണ് വേവിച്ചത്. ഗ്രേവിക്ക് വേണ്ടതും ഇട്ടിട്ടുണ്ട്. എങ്കിലും ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് നോക്കുക. അധികം ഇട്ട് ഇളക്കി ചിക്കൻ പൊടിക്കരുത്. നമ്മൾ സാവകാശത്തിൽ വേണം ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ. കാരണം വെന്ത ചിക്കൻ ആയതുകൊണ്ട് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ സാവകാശത്തിൽ ഇളക്കി കൊടുക്കുക. ഈ ചിക്കന് ഇതിപ്പോൾ പെട്ടെന്ന് ചെയ്യുന്ന ഒരു റെസിപ്പി ആയതുകൊണ്ടാണ് ഇങ്ങനെ വേവിച്ചെടുത്തത്. ഇത് നമുക്ക് എണ്ണയിൽ ഷാലോ ഫ്രൈ ചെയ്തിട്ടും ഇങ്ങനെ ഒരു റോസ്റ്റ് ഉണ്ടാക്കാം, കുക്കറിൽ വേവിക്കാതെ. കുക്കറിലാകുമ്പോൾ വേഗം നമുക്ക് കറി റെഡിയാവും. ഇപ്പം തന്നെ നമുക്കിനി അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഗ്രേവിയിലുള്ള മസാല എല്ലാം നമ്മുടെ ചിക്കനെ പിടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിന് കുറച്ച് കുരുമുളകും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വെള്ളം വലിഞ്ഞ് വന്നപ്പോൾ, ഇപ്പോൾ ഏകദേശം വെള്ളം വലിഞ്ഞ് വരും, നിങ്ങൾക്ക് കാണാം. ഗ്രേവി നല്ല തിക്കായി. ഇത് അവിടെ ഇരുന്ന് പറ്റട്ടെ. ഒരു 5-6 മിനിറ്റൊക്കെ ആയപ്പോൾ കണ്ടോ, ഗ്രേവി നല്ല വെള്ളമെല്ലാം വലിഞ്ഞ് നല്ല തിക്കായി. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ബാക്കി കുറച്ച് മല്ലിയിലയും കൂടെ വിതറി തീയൊക്കെ ഓഫ് ചെയ്ത് നമുക്ക് ഈ ചിക്കൻ റോസ്റ്റ് അടച്ച് വയ്ക്കാം. ഇനി റൈസിൻ്റെ കാര്യങ്ങൾ നോക്കാം. വീണ്ടും ഒരു പാത്രം അടുപ്പിൽ വെച്ചു. നമുക്ക് അതിലോട്ട് നെയ്യാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. നെയ്യ് വേണ്ടാത്തവർക്ക് അത് ഒഴിവാക്കാം. ഇവിടെ നെയ്യ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ 2-3 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും നമ്മുടെ ഉണക്കമുന്തിരിങ്ങയും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ അധികം ഇടുന്നില്ല, ഇവിടെ ആർക്കും അത് അധികം ഇഷ്ടമല്ല, അതുകൊണ്ട് കുറച്ചേ ഇടുന്നുള്ളൂ. വഴറ്റിയെടുത്തിട്ട് നമുക്കിനി പച്ചക്കറികൾ ഫ്രൈഡ് റൈസിൽ ചേർക്കേണ്ടത് ക്യാരറ്റ് നീളത്തിലരിഞ്ഞത്, ബീൻസ് നീളത്തിലരിഞ്ഞത്, ഇത് രണ്ടുമാണ് ചേർക്കുന്നത്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് തന്നെ ഞാൻ ആ നെയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്തു. ഇനിയും ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിച്ചിട്ട് നമുക്ക് എടുക്കാം. ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അത് വെന്ത് വന്നപ്പോഴത്തേന് ഞാൻ അതിൻ്റെ സൈഡിലോട്ട് എല്ലാ പച്ചക്കറിയും മാറ്റി വെച്ചിട്ട് നടുക്ക് ഒരു 2 മുട്ട ചിക്കി പൊരിച്ചെടുക്കാം. അതിന് വേണ്ടുന്ന കുരുമുളകും ഉപ്പും കൂടെ ലേശം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചക്കറിക്കകത്ത് അത്യാവശ്യം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ റൈസിലും ഉപ്പുണ്ട്, അതനുസരിച്ച് മുട്ടയ്ക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. മുട്ട ചിക്കി എടുക്കുന്നതിനോടൊപ്പം നമുക്ക് പച്ചക്കറിയും കൂടെ യോജിപ്പിച്ചെടുക്കാം. ഇതാണ് ഒരു എളുപ്പ വഴി. ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഈസി ആയിട്ട് ഈ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ പീസ് നമുക്ക് മിക്സിയിലിട്ട് ഒറ്റ ഒരു കറക്കി എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ അതും യോജിപ്പിക്കാം. അത് ഒരുപാട് ഇങ്ങനെ അരയ്ക്കേണ്ട, ഒറ്റ ഈ ഒരു പരുവം മതി. കണ്ടോ, ഇങ്ങനെ പൊടിച്ച് കുറച്ച് പീസായിട്ട് എടുത്താൽ മതി. ഒത്തിരി അരഞ്ഞു പോകരുത്, ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം നമുക്ക് ചോറിനകത്ത് അത്യാവശ്യം കടിക്കണം, അന്നെങ്കിൽ മാത്രമാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയത്തുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇത് ഇളക്കി എടുക്കുമ്പോൾ തന്നെ നെയ്യുടെയും ആ ചിക്കൻ്റെ എല്ലാം കൂടെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇതിനകത്ത് കുരുമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയുടെ എരിയാണ് നമുക്ക് ഈ റൈസിനകത്ത് കൂടുതലായിട്ട് നിൽക്കുന്നത്. അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. വേറെ എക്സ്ട്രാ ഒന്നും ഒരു മസാലയുടെ ആവശ്യമില്ല. ഈ കുരുമുളക് പൊടിയും കുറച്ച് പെരിഞ്ജീരകവും മാത്രം മതി. ഇതെല്ലാം കൂടി ഇപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത ആ സവോളയും കാഷ്യൂനട്ടും കിസ്മിസും എല്ലാം ഇട്ട് കൊടുക്കാം. ഇതൊന്നും സെപ്പറേറ്റ് ഇടേണ്ട കാര്യമില്ല. ഇതെല്ലാം കൂടി ഒരുമിച്ചായതുകൊണ്ട് ഇത് വളരെ എളുപ്പത്തിൽ, ഒരു വിരുന്നുകാരൊക്കെ വന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസാണ്. ഇനി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുകയാണ്. ഇനി നമുക്കിതിലോട്ട് റൈസ് ഇട്ട് കൊടുക്കണം. റൈസ് വെന്തിരിക്കുന്നതായതുകൊണ്ട് അധികം കുത്തിക്കുഴയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഇതിൽ പാത്രത്തിലോട്ട് മാറ്റി, എന്നിട്ട് അടിയിൽ ഉള്ള ലെയറിലേതിട്ടു. ഇനി കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് ഇതിൻ്റെ ഒരു ലെയർ ഇടാം. പിന്നെ വീണ്ടും റൈസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ അടുത്തൊരു ലെയർ ഇടുന്നത്. അപ്പോൾ അധികം ഇട്ട് കുത്തി ഇളക്കേണ്ട കാര്യം. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തായാലും ബെല്ലൈക്കണോടൊന്ന് എനേബിൾ ചെയ്തിടുക, എങ്കിൽ മാത്രമാണ് നോട്ടിഫിക്കേഷന് കിട്ടുന്നത്. ഇനി നമുക്ക് ആ റൈസെല്ലാം ഇട്ട് കൊടുത്തു. ഓരോ ലെയറായിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന, ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനും എഗ്ഗും പിന്നെ നമ്മുടെ വെജിറ്റബിളും കൂടി ഇട്ടു. ഒന്ന് സാവകാശത്തിൽ ഇളക്കി. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ പാത്രം എടുത്തിട്ടൊന്ന് കുത്തി മറിച്ചിളക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ഒന്ന് ചെയ്യാം. അപ്പോൾ പിന്നെ എല്ലാം യോജിച്ച് കിട്ടും. കണ്ടോ, ഇപ്പം തന്നെ എല്ലാം ഏകദേശം ഇളക്കി മറിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ 80% നമ്മുടെ റൈസ് വെന്തിട്ടുള്ളൂ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്ക്
ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് ഒന്ന് ഇതെല്ലാം കൂടെ ഒന്ന് യോജിക്കാൻ വയ്ക്കാം. ഞാനിതൊന്ന് കുത്തിമറിച്ച് ഇളക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ചെറിയൊരു വെയിറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ വേഗം ചോറിനകത്തോട്ട് ചൂടങ്ങ് എത്തിക്കോളും. തീ ഏറ്റവും ലോയിൽ മാത്രമേ വെക്കാവൂ. ഇനി തീ ലോയിൽ വെക്കാൻ പറ്റത്തില്ലെങ്കിൽ വേറൊരു തവ വല്ലതും അടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം ഈ പാത്രം വെച്ചിട്ട് നമ്മൾ ചൂടാക്കിയെടുക്കുക. ചുവട് കട്ടിയുള്ള പാത്രം ആയതുകൊണ്ടാണ് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ നേരിട്ട് വെച്ചൊന്ന് ചൂടാക്കിയത്. നമ്മുടെ ചിക്കൻ റോസ്റ്റും ഫ്രൈഡ് റൈസും റെഡി ആയിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യാം. വിളമ്പുമ്പോൾ തന്നെ കാണാം ഒന്നിനൊന്ന് തൊടാതെ നല്ല ഫ്രൈഡ് ആയിട്ടാണ് റൈസ് ഇരിക്കുന്നത്. ചിക്കൻ റോസ്റ്റും ഗ്രേവി കുറച്ചുണ്ട്, എന്നാൽ അധികം ഗ്രേവി ഇല്ല. നല്ല ഒരു റോസ്റ്റായിട്ടാണ് ആ ഗ്രേവി ഇരിക്കുന്നത്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ടേസ്റ്റി ആണ്. ഇതിന് നാരങ്ങാച്ചാറിൻ്റെ ആവശ്യമില്ല, വെറുതെ ഞാൻ അങ്ങോട്ട് ഒരു നാരങ്ങാച്ചാർ വെച്ചതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നന്ദി.